ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കാഞ്ഞിരമറ്റം റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മുടെ എറണാകുളം കോട്ടയം റൂട്ടിനകത്ത് വരുന്ന റെയിൽവേ സ്റ്റേഷനാണ്. ഇന്ന് ഇവിടെയാണ് നമ്മൾ ട്രെയിൻ സ്പോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രാവിലെയാണ് ട്രെയിൻ സ്പോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ മുളന്തുരുത്തി റെയിൽവേ സ്റ്റേഷൻ ഇടയ്ക്ക് സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിം അതുപോലെ തന്നെയാണ് ടൈമൊക്കെ ഇവിടെ വരുന്നത്. പക്ഷേ ദിവസത്തിൽ വ്യത്യാസമുണ്ട്. അന്ന് നമ്മൾ സ്പോട്ട് ചെയ്തത് ശനിയാഴ്ച ആണെങ്കിൽ ഇന്ന് വെള്ളിയാഴ്ചയാണ് സ്പോട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇന്ന് കാഞ്ഞിരമറ്റം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ സ്പോട്ടിംഗ് ആണ്. അപ്പോൾ ഈ വെള്ളിയാഴ്ച ഏതൊക്കെ ട്രെയിനാണ് ഇതിലെ കൂടെ പോകുന്നത് നമുക്ക് സ്പോട്ട് ചെയ്യാം. ഇപ്പോൾ സമയം ഒരു 6:45 കഴിഞ്ഞിട്ടുണ്ട്. അന്നത്തെ പോലെ തന്നെ 11 മണി വരെയൊക്കെ സ്പോട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിൻ്റെ പുറത്ത് ഇങ്ങനെയാണ് വ്യൂ വരുന്നത്. അതാണ് റോഡ് വരുന്നത് ആ ഭാഗത്ത്. ഇവിടെ വലിയൊരു ആൽമരമൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ടിക്കറ്റ് കൗണ്ടറുണ്ട്. അതിന് വണ്ടി വരുമ്പോൾ മാത്രമേ പ്രവർത്തിക്കൂ. പിന്നെ ഇവിടെ 2 ടോയ്ലറ്റ് ഉണ്ട്, പക്ഷെ അത് പൂട്ടിയിട്ടേക്കാണ്. സ്റ്റേഷൻ്റെ അകത്തെ വ്യൂ വരുന്നത് ഇങ്ങനെയാണ്. അങ്ങോട്ടാണ് കോട്ടയം പോകുന്നത് കേട്ടോ. അവിടെ വലിയൊരു വളവുണ്ട്, അതുപോലെ തന്നെ അവിടെ ഒരു ലെവൽ ക്രോസും ഉണ്ട്. നല്ല മഞ്ഞ് മൂടി കിടക്കുക രാവിലെ ആയതുകൊണ്ട്. നല്ല ക്യാമൻ കോയിട്ടായിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ ആളും പേരൊന്നുമില്ല, അങ്ങനെ വീടുകളും അടുത്തൊന്നുമില്ല. ഫുള്ള് കാട് കയറി കിടക്കുന്നതൊക്കെ ഇരിക്കുക, വയൽ അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു. ഇവിടെ അങ്ങോട്ട് നമ്മുടെ എറണാകുളം പോകുന്ന റൂട്ടാണ്. ഇവിടുന്ന് എറണാകുളം 22 കിലോമീറ്റർ ഉണ്ട്, കോട്ടയം 37 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ആദ്യം സ്പോട്ട് ചെയ്യാൻ പോകുന്ന ട്രെയിൻ എന്ന് പറയുന്നത് കൊല്ലത്തുനിന്ന് എറണാകുളം വരെ ഡെയിലി സർവീസ് നടത്തുന്ന മെമു ആണ്. നമ്മൾ മുളന്തുരുത്തി സ്പോട്ട് ചെയ്ത സമയത്തും ഈ മെമു എന്ന് പറഞ്ഞിട്ട് ഒരു പാസഞ്ചർ ട്രെയിൻ ആയിരുന്നു വന്നത്. അപ്പം പാസഞ്ചർ ട്രെയിൻ തന്നെ ഇപ്പോൾ കുറേ നാളുകൊണ്ട് ഓടുന്നത്, അതുകൊണ്ട് പാസഞ്ചർ വണ്ടി ആയിരിക്കും വരുന്നത്. ഇനി ഈ വണ്ടി തന്നെ എറണാകുളത്ത് ചെന്നിട്ട് പിന്നെ എറണാകുളം കായംകുളം എക്സ്പ്രസ് അല്ല മെമു ആയിട്ട് ഓടും കേട്ടോ, സർവീസ് നടത്താറുണ്ട്. സെയിം ഈ വണ്ടി തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ആദ്യം സ്പോട്ട് ചെയ്യുന്നത് കൊല്ലം എറണാകുളം മെമു ആണ്. അങ്ങനെ കൊല്ലം എറണാകുളം മെമു ഇവിടെ വന്നിട്ട് പോയേ. വണ്ടി വരാൻ നേരത്ത് നല്ല തിരക്കുണ്ടായിരുന്നു. ഇവിടെ ശരിക്കും ആളായിരുന്നു. എവിടെ നിന്നൊക്കെ വന്നു, മെയിൻ എൻട്രൻസ് വഴി വന്നു. പിന്നെ അവിടെ ലെവൽ ക്രോസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ ഭാഗത്തു നിന്നൊക്കെ ആൾക്കാർ വന്ന് ഒരുപാട് യാത്രക്കാരുണ്ടായിരുന്നു വണ്ടി വരുന്ന സമയത്ത്. ഇപ്പം ആരുമില്ല കേട്ടോ, ഇപ്പോൾ ഒറ്റ മനുഷ്യരില്ല. ഇപ്പം ഈ നടക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർ മാത്രമേ ഇവിടെ ഉള്ളൂ, 2 പേര്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സ്പോട്ട് ചെയ്യാൻ പോകുന്ന വണ്ടി എന്ന് പറയുന്നത് MGR ചെന്നൈ തിരുവനന്തപുരം മെയിൽ വരുന്നുണ്ട്. അത് കുറച്ച് ടൈം എടുക്കും കേട്ടോ, തൃപ്പൂണിത്തുറ എത്തിയതേ ഉള്ളൂ. പിന്നെ ഇപ്പുറത്തുനിന്ന് പാലരുവി എക്സ്പ്രസ്സും വരുന്നുണ്ട്, തൂത്തുക്കുടിയിൽ നിന്ന് പാലക്കാട് പോകുന്നത്. അപ്പോൾ ഇത് രണ്ടുമായിരിക്കും അടുത്ത സ്പോട്ട് ചെയ്യുന്നത്. ഇതാണ് സ്റ്റേഷൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ ഇരിക്കാനൊക്കെ ഉള്ള സ്പേസ് ഉണ്ട്, മഴ പെയ്താലും കയറിയൊക്കെയുള്ള സ്ഥലമുണ്ട്. പിന്നെ അവിടെയൊക്കെ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്, പക്ഷെ അവിടെ ഒന്നും ഷീറ്റ് റൂഫൊന്നും ഇല്ലെന്നേ ഉള്ളൂ. പിന്നെ ഞാൻ ഇരിക്കുന്ന ഇവിടെയും ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്, ഇവിടെയൊക്കെ മേളിൽ റൂഫൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ അങ്ങനെ ഓഫീസ് ഒരെണ്ണം ഉണ്ടെങ്കിലും ഇടയ്ക്കൊക്കെ ആൾ വരുന്നുണ്ട്, അല്ലാതെ സ്റ്റേഷൻ മാസ്റ്റർ അങ്ങനെയൊന്നുള്ള ഇതൊന്നുമില്ല. സിഗ്നൽ കൺട്രോൾ ഇവിടെ അല്ലെന്ന് തോന്നുന്നു. ഇതാണ് മെയിൻ എൻട്രൻസ് വരുന്നത്. ഞാൻ ഇരിക്കുന്ന ഇവിടെ അപ്പുറത്തും ഉണ്ട് റൂഫുള്ള സ്ഥലം, മഴ ചെയ്തൊക്കെ കയറി നിൽക്കാൻ പറ്റും, ഇരിക്കാനും സ്പേസ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ അങ്ങോട്ടൊക്കെ ഇരിക്കാൻ സ്പേസ് ഉണ്ടെന്നേ ഉള്ളൂ, റൂഫൊന്നുമില്ല. ഇപ്പുറത്തായാലും അങ്ങനെ തന്നെ.
അങ്ങനെ ചെന്നൈ തിരുവനന്തപുരം മെയിലും അതുപോലെ തന്നെ പാലൂർ എക്സ്പ്രസ്സും സ്കിപ്പായേ. ഇത് രണ്ട് ഈ സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യുന്ന ഒരു 2 മിനിറ്റ് ഇടവിട്ടിട്ടായിരുന്നു കേട്ടോ. മെയിൽ പോയി 2 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പാലരുവി വന്നത്. പക്ഷേ ശബ്ദം നേരത്തെ കേൾക്കുന്നുണ്ട്. ഞാൻ മുളന്തുരുത്തി പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ട്രെയിൻ വരുന്നതിന് ഒരു മിനിറ്റ് മുമ്പൊക്കെ ശബ്ദങ്ങൾ കേൾക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഈ രാവിലെയൊക്കെ ആയതുകൊണ്ടായിരിക്കും. ഇവിടെ പിന്നെ വേറെ ശബ്ദങ്ങൾ, വണ്ടിയുടെ ശബ്ദങ്ങളൊക്കെ കുറവാണ്, അതുകൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ട് ചെയ്യാൻ പോകുന്ന വണ്ടി എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ്. അത് വ്യാഴാഴ്ച സർവീസ് ഇല്ല, ബാക്കി എല്ലാ ദിവസവും ഉണ്ട്. അതാണ് അടുത്ത് നമ്മൾ സ്പോട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. പിന്നെ ഈ സ്റ്റേഷനിൽ സ്റ്റോപ്പ് വരുന്നതെന്ന് പറയുമ്പോൾ എറണാകുളം ഭാഗത്തേക്ക് 4 ട്രെയിനാണ് സ്റ്റോപ്പ് വരുന്നത്, കോട്ടയം ഭാഗത്തേക്ക് 4 ട്രെയിനാണ് വരുന്നത്. അതിൽ 3 എറണാകുളം കൊല്ലം ആ മെമു ആണ്. പിന്നെ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ കോട്ടയം വരെ പോകുന്ന പാസഞ്ചറുമാണ് വരുന്നത് കേട്ടോ. ഇതിൽ ഈ മെമു ഒരെണ്ണം മാത്രമേ ഡെയിലി സർവീസ് നടത്താറുള്ളൂ. ബാക്കി രണ്ടെണ്ണത്തിൽ ഒരെണ്ണം ബുധനാഴ്ച സർവീസ് ഇല്ല, ഒരെണ്ണം തിങ്കളാഴ്ചയും സർവീസ് ഇല്ല, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇവിടെ സ്ഥിരം നിർത്തുന്ന 2 വണ്ടികളാണ് ഉള്ളത്. ഒന്ന് കോട്ടയം എറണാകുളം പോകുന്ന വണ്ടിയും പിന്നെ ഒന്ന് കൊല്ലം എറണാകുളം വണ്ടിയുമാണ്. പിന്നെയുള്ള 2 ബുധനാഴ്ച സർവീസ് ഇല്ലാത്തതും തിങ്കളാഴ്ച സർവീസ് ഇല്ലാത്തതാണ്. ഇതിനൊക്കെയാണ് ഇവിടെ സ്റ്റോപ്പ് വരുന്നത് കേട്ടോ. ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു വശത്തു നിന്നുള്ളൊരു വ്യൂ ആണ്. ഇവിടെ ഒരു വയലുണ്ട്, ഇത് കപ്പ കൃഷിയാണ്. മറ്റേതൊക്കെ എനിക്ക് തോന്നുന്നു ഒടിഞ്ഞ് വീണേന്ന് തോന്നുന്നു, കാറ്റത്തോ മഴയത്തോ ബാക്കിലോട്ടൊക്കെ. പിന്നെ വാഴയുണ്ട്, ഇവിടെ പൈനാപ്പിൾ തോട്ടമുണ്ട്, പിന്നെ ഇവിടെ ഒരു തോടുണ്ട് ഇവിടെയായിട്ട്. അങ്ങനെ ഇപ്പോൾ വന്ദേ ഭാരത് പോയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറായിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത വണ്ടി വരാറായിട്ടുണ്ട്. എറണാകുളത്ത് നിന്ന് കോട്ടയം വരെ ഡെയിലി സർവീസ് നടത്തുന്ന പാസഞ്ചറാണ്. ഐലൻഡ് എക്സ്പ്രസ് ആണ് ശരിക്കും പോകേണ്ടത്, അത് ഇന്ന് 1 മണിക്കൂർ ലേറ്റാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ തൃപ്പൂണിത്തുറ എത്തിയതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പാസഞ്ചർ പോകാനുള്ള സിഗ്നലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അടുത്ത് നമ്മൾ സ്പോട്ട് ചെയ്യുന്ന പാസഞ്ചറാണ്, കോട്ടയം പാസഞ്ചർ.
അങ്ങനെ പാസഞ്ചർ ഇവിടെ വന്നിട്ട് പോയി. പാസഞ്ചർ പോയപ്പോൾ തന്നെ ഒരു ടിൻസ് WH9 വെച്ചിട്ടൊരു ഗുഡ്സ് ട്രെയിനും സ്പോട്ട് ചെയ്യാൻ പറ്റി കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ഐലൻഡ് എക്സ്പ്രസ് വരാറായിട്ടുണ്ട്. അത് മുളന്തുരുത്തി പിടിച്ചിട്ടേക്കാം കേട്ടോ, കാരണം ഈ പാസഞ്ചർ ഇപ്പോൾ ഇവിടുന്ന് പോയല്ലേ ഉള്ളൂ. അപ്പോൾ ഇനി പാസഞ്ചർ പിറവമൊക്കെ കഴിയണം. പിറവം സ്റ്റോപ്പുണ്ട്, അവിടെ നിന്നൊക്കെ എടുത്തതിന് ശേഷം ഐലൻഡ് എക്സ്പ്രസ്സിന് മുളന്തുരുത്തിയിൽ സിഗ്നൽ കൊടുക്കത്തുള്ളൂ. അവിടെ ഇട്ടേക്കാണ് വണ്ടി. അപ്പോൾ അടുത്ത് നമ്മൾ സ്പോട്ട് ചെയ്യുന്ന KSR ബാംഗ്ലൂരിൽ നിന്ന് കന്യാകുമാരി വരെ ഡെയിലി സർവീസ് നടത്തുന്ന ഐലൻഡ് എക്സ്പ്രസ് ആണ്. 1 മണിക്കൂർ ഇന്ന് വണ്ടി ലേറ്റാണ് കേട്ടോ. അങ്ങനെ ഐലൻഡ് എക്സ്പ്രസ് സ്കിപ്പ് ചെയ്ത് പോയി. ഇനി അടുത്ത് നമ്മൾ സ്പോട്ട് ചെയ്യാൻ പോകുന്ന 2 വണ്ടികളാണ്. അതിലൊന്നെന്ന് പറയുന്നത് നമ്മുടെ പാലരുവിയുടെയും വേനാടിൻ്റെ ഇടയിൽ മെമു വേണമെന്നും പറഞ്ഞ് സർക്കാർ ഒരു മെമു ഇറക്കി തന്നിട്ടില്ലേ, ആ വണ്ടിയാണ് കേട്ടോ. അത് ശനി ഞായറൊന്നും സർവീസ് നടത്താറില്ല, അതിനിവിടെ സ്റ്റോപ്പും ഇല്ല കേട്ടോ. അപ്പം ആ വണ്ടിയാണ് ആദ്യം സ്പോട്ട് ചെയ്യാൻ പോകുന്നത്. അതിന് ശേഷം അപ്പുറത്തുനിന്ന് മറ്റേ ഗുരുവായൂർ മധുരൈ എക്സ്പ്രസ്സും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടുമാണ് അടുത്ത സ്പോട്ട് ചെയ്യുന്നത്. അങ്ങനെ എറണാകുളം മെമുവും അതുപോലെ മധുര എക്സ്പ്രസ്സും സ്കിപ്പ് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയി. ഇനി അടുത്ത് നമ്മൾ സ്പോട്ട് ചെയ്യാൻ പോകുന്ന 2 വണ്ടികളാണ്. ഒന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഷൊർണൂർ വരെ ഡെയിലി സർവീസ് നടത്തുന്ന വേനാട് എക്സ്പ്രസ് ആണ് കേട്ടോ. പിന്നെ ഇപ്പുറത്തൂടെ എറണാകുളത്ത് നിന്ന് കായംകുളം വരെ ഡെയിലി പോകുന്ന കായംകുളം എക്സ്പ്രസ്സാണ് നമ്മൾ സ്പോട്ട് ചെയ്യാൻ പോകുന്ന അടുത്ത്. ഈ കായംകുളം എക്സ്പ്രസ്സിനകത്ത് ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ട്രാവൽ വ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടേക്കണേ. അപ്പോൾ നമ്മൾ അടുത്ത ഈ 2 വണ്ടികളാണ് സ്പോട്ട് ചെയ്യുന്നത്.
അങ്ങനെ വേനാട് എക്സ്പ്രസ്സും കായംകുളം എക്സ്പ്രസ്സും സ്കിപ്പ് ചെയ്തേ. ഇനിയിപ്പോൾ കായംകുളം എക്സ്പ്രസ്സിൻ്റെ തൊട്ട് പുറത്ത് തന്നെ അടുത്ത വണ്ടി വരുന്നുണ്ട്. ആഴ്ചയിൽ 3 ദിവസം സർവീസ് നടത്തുന്നത്, തിങ്കളും ബുധനും വെള്ളിയും മാത്രം സർവീസ് നടത്തുന്ന യശ്വന്ത്പൂർ തിരുവനന്തപുരം നോർത്ത് ഗരീബ് രാത്ത് എക്സ്പ്രസ് ആണ്. അത് വരുന്നുണ്ട്. അതാണ് അടുത്ത നമ്മൾ സ്പോട്ട് ചെയ്യാൻ പോകുന്നത്. അത് ഇന്ന് ഏകദേശം ഒരു 15 മിനിറ്റ് കൂടുതൽ ലേറ്റാണ് കേട്ടോ. അങ്ങനെ ഗരീബ് രാത്ത് എക്സ്പ്രസ് പോയി. ഇപ്പോൾ കുറച്ച് നേരമായി കേട്ടോ പോയിട്ട്. അത് മറ്റേ നേരത്തെ അതിന് മുമ്പേ പോയില്ലേ കായംകുളം എക്സ്പ്രസ്, അത് പിറവത്ത് പിടിച്ചിട്ടേക്ക് അതിനെ ഓവർടേക്ക് ചെയ്തിട്ടുണ്ട് ഈ ഗരീബ് രാത്ത് എക്സ്പ്രസ്. കാരണം കായംകുളം എക്സ്പ്രസ്സിനെക്കാട്ടി മുമ്പേ പോകേണ്ട വണ്ടി ചെയ്ത്. അപ്പോൾ ഇത് ലേറ്റ് ആയതുകൊണ്ട് കായംകുളം എക്സ്പ്രസ്സിനെ ഇതുവരെ കടത്തി വിട്ടത്. അപ്പോൾ പിറവത്ത് അതിനെ പിടിച്ചിട്ടേക്കാണ്. ഇനി ഇത് അവിടെ വെച്ചിട്ട് ഓവർടേക്കിങ് കഴിഞ്ഞ് കേട്ടോ. ഞാൻ വേറെ ട്രെയിൻ നോക്കിയപ്പോഴത്തേക്ക് ഓവർടേക്കിങ് കഴിഞ്ഞായിട്ട് കണ്ട്. ഇനിയിപ്പോൾ കുറച്ച് നേരത്തേക്ക് ട്രെയിനൊന്നും ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ പരശുരാമം വരുന്നുണ്ട്. പിന്നെ ഇന്ന് വെള്ളിയാഴ്ച മാത്രം സർവീസ് നടത്തുന്ന മറ്റേ വിശാഖപട്ടണം കൊല്ലം വീക്കിലി എക്സ്പ്രസ് ഉണ്ട്. അതൊന്നും എത്താറായിട്ടില്ല. അതൊക്കെ ഇനി ഒരുപാട് സമയം എടുക്കും. എന്തായാലും ഒരു അരമണിക്കൂർ കൂടുതൽ എടുക്കും ഇനി അടുത്ത ട്രെയിനുകളൊക്കെ വരാൻ വേണ്ടി. അതുവരത്തേക്ക് ഇനി ഇങ്ങോട്ട് ട്രെയിനൊന്നും ഇല്ല. ഇനി വല്ല ഗുഡ്സ് ട്രെയിനും വല്ലതും വരുന്നെങ്കിലേ ഉള്ളൂ. ഇവിടെ ലെവൽ ക്രോസ് ഒക്കെ അടച്ചിട്ടുണ്ട്. ഏതോ വണ്ടി വരാൻ പോകുന്നുണ്ട് കേട്ടോ. ഡീസലിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഡീസലായിരിക്കും, ഗുഡ്സ് ട്രെയിൻ ആയിരിക്കും. എന്തായാലും സ്പോട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്ത വണ്ടി വരാറായിട്ടുണ്ട്. അടുത്ത നമ്മൾ സ്പോട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ വിശാഖപട്ടണത്ത് കൊല്ലം വരെ പോകുന്ന വീക്കിലി എക്സ്പ്രസ് ആണ് കേട്ടോ. വെള്ളി മാത്രമേ ഇത് സർവീസ് നടത്താറുള്ളൂ. ഇത് ഏകദേശം ഒരു 1/2 മണിക്കൂർ ലേറ്റായിട്ടാണ് ഇന്ന് ഓടുന്നത്. അപ്പോൾ അതാണ് അടുത്ത നമ്മൾ സ്പോട്ട് ചെയ്യുന്നത്.
അങ്ങനെ വിശാഖപട്ടണം കൊല്ലം വീക്കിലി എക്സ്പ്രസ് സ്കിപ്പ് ചെയ്തേ. ഇനി അടുത്ത വണ്ടികൾ വരാറായിട്ടുണ്ട്. 2 എണ്ണം ഉണ്ട്. ഒന്ന് നമ്മുടെ കന്യാകുമാരിയിൽ നിന്ന് മംഗലപുരം വരെ ഡെയിലി സർവീസ് നടത്തുന്ന പരശുറാം എക്സ്പ്രസ് ആണ്. പിന്നെ ഇപ്പുറത്തുനിന്ന് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ പോകുന്ന ജനശതാബ്ദി എക്സ്പ്രസ് ആണ് കേട്ടോ. ഇത് രണ്ടും വരാറായിട്ടുണ്ട്. അടുത്തതൊക്കെയാണ് സ്പോട്ട് ചെയ്യുന്നത്. അങ്ങനെ പരശുരാമും ജനശതാബ്ദിയും സ്കിപ്പ് ചെയ്ത് പോയേ. ചെറിയൊരു സെക്കൻഡിൻ്റെ വ്യത്യാസത്തിലാണ്, അല്ലെങ്കിൽ നമുക്ക് ഒറ്റ ഫ്രെയിമിൽ തന്നെ രണ്ടിൻ്റെ വീഡിയോ കിട്ടിയേനെ. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത 2 വണ്ടികൾ വരുന്നുണ്ട്. ഒന്ന് നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് സെക്കന്ദരാബാദ് വരെ ഡെയിലി സർവീസ് നടത്തുന്ന ശബരി എക്സ്പ്രസ് ആണ്. പിന്നെ മറ്റൊന്ന് നമ്മൾ രാവിലെ ഓൾറെഡി സ്പോട്ട് ചെയ്തൊരു വണ്ടി തന്നെയാണ്. നമ്മൾ കൊല്ലത്തുനിന്ന് എറണാകുളം പോകുന്ന ഒരു സ്പെഷ്യൽ മെമുവിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നോ, ആ വണ്ടി തന്നെ തിരിച്ച് പോവുകയാണ് കൊല്ലത്തോട്ട്. അപ്പോൾ അതും വരാറായിട്ടുണ്ട്. ഇതിനെ തൃപ്പൂണിത്തുറ വെച്ചിട്ട് ജനശതാബ്ദി ഓവർടേക്ക് ചെയ്താണ് പോയത്. അപ്പോൾ ഈ 2 വണ്ടികളാണ് അടുത്ത സ്പോട്ട് ചെയ്യുന്നത്.
അങ്ങനെ സെക്കൻഡരാത് ശബരി എക്സ്പ്രസ്സും പിന്നെ കൊല്ലം മെമുവും സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ കൊല്ലം മെമുവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിന് ചങ്ങനാശ്ശേരി തൊട്ട് പിന്നെ കൊല്ലം വരെയുള്ള എല്ലാ സ്റ്റേഷനും സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് സ്റ്റേഷനിൽ മാത്രമേ ഉള്ളൂ ഇതിന് സ്റ്റോപ്പ് ഇല്ലാത്തത്. അപ്പോൾ പിന്നെ നമ്മുടെ ട്രെയിൻ സ്പോട്ടിംഗ് വീഡിയോ ഇത്രേ ഉള്ളൂ. ഇപ്പം സമയം ഒരു 10:45 കേട്ടോ. നമ്മൾ 6:45 തുടങ്ങിയ സ്പോട്ടിംഗ് ആണ്. എനിക്ക് തോന്നുന്നു മറ്റേ മുളന്തുരുത്തി സ്പോട്ട് ചെയ്തതിനെക്കാട്ടി കുറേ ട്രെയിനുകൾ നമുക്ക് ഇന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഗരീബ് രാത് ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ വിശാഖപട്ടണം കൊല്ലം കിട്ടി, പിന്നെ ഈ മെമു 2 തൊട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം വണ്ടി എല്ലാം ലേറ്റ് ഉണ്ടെങ്കിലും വലിയ ഒരുപാട് ഡിലേ ആയിട്ടുള്ള വണ്ടികളൊന്നും ഇല്ലായിരുന്നു. എല്ലാം ചെറിയ ചെറിയ ലേറ്റുകളൊക്കെ ഉള്ളായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ കാഞ്ഞിരപ്പറ്റ റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ സ്പോട്ടിങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം.